സഹോദരിമാരെ സംരക്ഷിക്കേണ്ടത് ആരാ? നമ്മളാണ്. പെങ്ങന്മാരെ നോക്കേണ്ടത് ആണുങ്ങളാണ്, അല്ലേ? ഉമ്മാരെ നോക്കേണ്ടത് ആണുങ്ങളാണ്. സാമ്പത്തിക നോട്ടം. ഭാര്യമാരെ നോക്കേണ്ടത് നമ്മളാണ്, അല്ലേ? അള്ളാഹു നമുക്ക് കഴിവ് തരട്ടെ. കുടുംബത്തെ നോക്കുന്നത് ആരാണോ അവർക്ക് മനസ്സിന് ആരോഗ്യമുണ്ടാകും, ശരീരത്തിന് ആരോഗ്യമുണ്ടാകും, ആയുഷ്കാലം നീണ്ടു കിട്ടും, അവർക്ക് നല്ല ഐശ്വര്യമുണ്ടാകും. അല്ലാഹു റബ്ബി. ഒരു വാപ്പാക്ക് 3 പെൺകുട്ടികൾ ജനിച്ചു. 3 ആളെ നല്ല പോലെ പോറ്റി വളർത്തി. അള്ളാഹു അവന് സ്വർഗം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബിയെ 2 കുട്ടികളാണെങ്കിലോ 2 ആണെങ്കിലും? അപ്പൊ ഒരു സഹാബി 1 ആണെങ്കിലോ എന്നെങ്ങനെ ചോദിച്ച? അല്ല, ചോദിക്കണേനും വേണ്ട ഒരു മട്ടം. അതിനൊക്കെ പെൺകുട്ടികളെ സംരക്ഷിക്കുക. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ ആരാ? മുത്തുനബിന്റെ പ്രധാനപ്പെട്ട സ്വഹാബാക്കളിൽപ്പെട്ട ആളാ. ഉഹദ് യുദ്ധത്തിന്റെ വിളി കേട്ടുകൊണ്ട് ജാബിറിന്റെ വാപ്പ ജാബിറിനോട് പറഞ്ഞു, മോനെ ജാബിറെ, ഞാൻ ഉഹദ് യുദ്ധത്തിലേക്ക് പോവുകയാണ് മോനെ. ഞാൻ ഉഹദിന്റെ ഭാഗത്തുനിന്ന് റസൂലുള്ള സ്വർഗത്തിന്റെ വാസന കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്വർഗത്തേക്ക് പോകാൻ പൂതിയേക്കണേ. അപ്പൊ മകൻ പറഞ്ഞു, വാപ്പ നിങ്ങൾക്ക് കുറച്ച് പ്രായമൊക്കെ ആയില്ലേ, യുദ്ധത്തിന് പോകാൻ നല്ലത് ഞാനല്ലേ, ഞാൻ പോയിക്കോളാം. അപ്പൊ വാപ്പ പറഞ്ഞു, മോനെ ഞാൻ സ്വർഗം ആശിച്ചു പോയി, ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ പൂതി വെച്ചു, അതുകൊണ്ട് ഉപ്പാന്റെ കുട്ടി ഇവിടെ നിന്നോ, ഞാൻ പോയിക്കോളാം. ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളി എന്നാണ് മോൻ സമ്മതം കൊടുത്തു. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്താണെന്നറിയാം? 7 പെൺകുട്ടികളുടെ അടിയിൽ 1 ആൺകുട്ടിയാണ്. നമ്മൾ ആണുങ്ങൾ മനസ്സിലാക്കണം, 7 പെൺകുട്ടികളുടെ അടിയിൽ 1 ആൺകുട്ടിയാണ് ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. വാപ്പ ഉഹദിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആ 7 പെങ്ങന്മാരിങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, മോനെ ജാബിറെ, ഈ 7 പെങ്ങന്മാരും നിന്റെ സഹോദരിമാരാണ്. വാപ്പ ഉഹദിക്ക് പോകാണ്, ഞാൻ അള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടാണ് പോണത്. ഇപ്പാന്റെ കുട്ടി ഈ പെങ്ങന്മാരൊക്കെ നല്ലോണം നോക്കണം കേട്ടോന്ന് വാപ്പാനിരുന്ന ആ സന്തോഷത്തോടെ പെങ്ങന്മാരെ ഏറ്റെടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു, ഞാൻ നോക്കിക്കോളാം. അപ്പൊ വാപ്പ വേറൊരു കാര്യം പറഞ്ഞു, മോനെ ജാബിറെ, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. അങ്ങനെ ഉണ്ടല്ലോ, മക്കളൊക്കെ ചെറിയതാകുമ്പോ, അല്ലേ? എൻ്റെ അമ്മാക്കും വാപ്പാക്കും ഞങ്ങൾ 9 മക്കളാണ്. 9 മക്കളാണ്. പഴയ കാലത്ത് അങ്ങനെയാണല്ലോ. ഇപ്പോഴല്ലേ ഈ പെണ്ണുങ്ങൾ പ്രസവിക്കണോ വേണ്ടെന്ന് ആലോചിക്കൽ തുടങ്ങിയത്, അല്ലേ? അന്ന് നമ്മളെ ഒക്കെ 10 കുട്ടികൾ 15 കുട്ടികളൊക്കെ ഓരോ വരിയിലുണ്ടാവും. നമ്മൾ മക്കൾ ഉണ്ടായിക്കോട്ടെ, അള്ളാഹു തോനെ മക്കളെ തരട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി, പെണ്ണുങ്ങളും കൂടി പറയണ്ടേ? മക്കളെ കുട്ടികൾ ഉണ്ടായിക്കോട്ടെ, എത്ര മക്കൾ ഉണ്ടാകണോ അതിന്റെ ഗുണം കിട്ടും നമുക്ക്. നമ്മളവിടെ ഒരു ആചാര്യൻ്റെ ചെറിയോനാജി, അയാൾക്ക് 18 മക്കളാണ്. അപ്പൊ എന്താന്നറിയോ, ഒരു ദിവസം രാത്രി കള്ളന്മാര് മതില് ചാടിങ്ങാണ്ട് ചെറിയോനാജിന്റെ മുറ്റത്ത് വന്നു. നോക്കുമ്പോ മുറ്റത്ത് മുഴുവൻ ചെരുപ്പാണ്. മക്കളും പേരക്കുട്ടികളും മരുക്കളും ചെരുപ്പിന് നിറഞ്ഞിട്ട്. അപ്പൊ കള്ളന്മാർ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ വല്ല ജനറൽ ബോഡി നടക്കാനാവും. ഓല് തിരിച്ചു പോകാൻ ബേജാറായി. അതേക്ക് അന്ന് ചെറിയ പേരയും തോന മക്കളുമാണ്. ഇന്ന് വലിയ പേര, കുറച്ച് ആൾക്കാർ, അല്ലേ? ഇപ്പൊ കള്ളന്മാര് നമ്മളെ വലിയ പേരയിൽ വന്നു നോക്കിയാൽ 1.5 ചെരുപ്പാകാണ്. 1.5 ചെരുപ്പാകാണ്. ഒരു ചെരുപ്പാരുത് പെണ്ണുങ്ങളത്, പിന്നെ ചെറിയ കുട്ടിന്റെ അത് കാണുള്ളൂ. കള്ളന്മാരിപ്പോ പണ്ടത്തെ മാതിരിയൊന്നും അല്ലല്ലോ. കള്ളന്മാരിപ്പോ വീട്ടിൽ വന്ന ആദ്യം TV ഓണാക്കി, ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടോ നോക്കി, ഫ്രിഡ്ജിൽ നിന്ന് ആ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ച് TV ഒക്കെ ഒന്ന് ഓണാക്കി AC ഒക്കെ റെഡിയാക്കി. അല്ലാഹു റബ്ബി, ബേജാറൊന്നുമില്ല. കാരണം വീട്ടുകാർ ഉണർന്നാലും ഇപ്പൊ ഒരു പെണ്ണല്ലേ ഉണരാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ നീച്ചടക്കാൻ പറ്റാത്തൊരു വാപ്പയാണ് പിന്നെ ഉണ്ടാകുക, അല്ലേ? വലിയ വീടാന്നല്ലാതെ ഇതൊക്കെ വൃദ്ധസദനങ്ങളാണല്ലോ, അല്ലേ? അപ്പൊ കള്ളന്മാർ ഇന്നാളൊരു പെരീന്ന് കക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചൊക്കെ റെഡിയാക്കി, ഒക്കെ കെട്ടി റെഡിയാക്കി വെച്ചിങ്ങാണ്ട് ഞാൻ വിയർത്തപ്പോ ഒരു റൂം കയറിങ്ങാണ്ട് കള്ളന്മാരെന്ത് ചെയ്ത് നിങ്ങൾ AC ഓണാക്കി. ഓല അവിടെ കുറച്ചു നേരം വിശ്രമിച്ച് അതിലോ ഉറങ്ങിപ്പോയി, നന്നായിട്ട് ഉറങ്ങിപ്പോയി. രാവിലെ നീച്ചു നോക്കുമ്പോ കള്ളന്മാര് നല്ല ഉറക്കില്ല, ബേജാറില്ല ആർക്കും. മക്കളുണ്ടായിക്കോട്ടെ, നമ്മൾക്ക് മക്കളെ കൊണ്ട് ഗുണേ കിട്ടുള്ളൂ. അള്ളാഹുവെ മക്കളെ കൊണ്ട് ഖൈറ് തരണേ അല്ലാ, മക്കളെ കൊണ്ട് സന്തോഷം തരണേ അല്ലാ. പക്ഷെ നമ്മൾ മക്കളെ തെറ്റായി കരുതരുത്. ഇന്ന് ഞാൻ ഈ ബാപ്പാരോടും ഉമ്മാരോടും മക്കളെ വിവരം ചോദിക്കലില്ല. എന്തുകൊണ്ട്? അപ്പാത്തിന് തുടങ്ങി പറയല്, മക്കളെ കാര്യമൊന്നും പറയണ്ട,
ഒക്കെ കുരുത്തക്കേടുള്ള സൈസാണ്. ഓലെ മുടിയും തലയൊന്നും കാണാതെക്കാ നല്ലത്. മറ്റാ മറിച്ച കുറ്റം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു തലമുറ മുഴുവനും മക്കളെ ശപിക്കല്ലേ. ഞമ്മക്ക് അല്ലാഹ് തന്ന മക്കളാണ്. പടച്ചോൻ എൻ്റെ കുട്ടിനെ നന്നാക്കണേ, പടച്ചോൻ എൻ്റെ മോളെ നന്നാക്കണേ എന്ന് പറയലല്ലാതെ ഒരു ഉമ്മയും ബാപ്പയും കുട്ടികളെ കുറ്റപ്പെടുത്തി പറയരുത്. മക്കളെ പറ്റിയിട്ട് ദ്വാർക്ക, മക്കളെ നന്നാക്കി തരും അല്ലാഹു തആല. കാലത്തിനനുസരിച്ച് പല സംഗതി ഉണ്ടാവൂലേ. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. മക്കള് നല്ലോണം ഉണ്ടാകണം. കുട്ടികളെ പറ്റി കുറ്റപ്പെടുത്തണ്ട. ഒരു വാപ്പാക്ക് 3 മക്കള്, ഒരു വാപ്പാക്കും ഉമ്മാക്കും 3 മക്കള്. അപ്പൊ എന്താന്നറിയാം, ഈ 3 മക്കളില് 3 ആൾക്കും നല്ല ഉദ്യോഗം. ഒരാൾ ഖത്തർ എയർപോർട്ടിൽ, ഒരാൾ കുവൈത്തിൽ, ഒരാൾ ഒമാനിൽ. നല്ല ഉമ്മയും ബാപ്പി ഇവിടെ കഷ്ടപ്പെട്ട് കയ്യാണെങ്കിൽ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഉമ്മാക്കും ബാപ്പാക്കും ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇവരാരെങ്കിലും ഉണ്ടോ? ഒരു താങ്ങാനും മറ്റുണ്ടോ? അല്ലാഹ്. ഒരു 2 ആൾ ഹോസ്പിറ്റലിൽ പോയി. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഡോക്ടറെ കാത്തിക്കുമ്പോ വേറൊരു ഉമ്മയും ബാപ്പിയും വന്നു. വേറൊരു ഉമ്മയും ബാപ്പിയും വന്ന്. ഓൽക്ക് 3 കുട്ടികളാണ്. ഓൽക്ക് 3 ആൺകുട്ടികൾ. 2 ആൺകുട്ടികൾ ഉഷാറാ. ഒരാൾ സിംഗപ്പൂരിലും ഒരാൾ വേറെ എവിടെ ഒരു സ്ഥലത്തും. 3-ാമത്തെ ഒരു ആൺകുട്ടിയുണ്ട്. ഓന് നടക്കാൻ ശരിക്കും വെച്ച. ഓ അങ്ങനെ കാലിന് ലേശം ഒരു ചട്ട ഇങ്ങനെ ഓൻ നടക്കരുത്. എല്ലാവർക്കും ഈ ചെറുക്കനോടൊരു അവഗണനയും. ഈ നടക്കാൻ പറ്റാത്ത കുട്ടിനോട് ഇപ്പം നമുക്കൊരു ഭാരമാകുമോ, ഇപ്പം നമുക്കൊരു മറ്റേതാകുമോ. ഇപ്പം എന്തായി നിറങ്ങള്, ഈ ഉമ്മാക്കും ബാപ്പാക്കും തീരെ സുഖമല്ല, വെജാത്ത അവസ്ഥയായി. അപ്പൊ മറ്റൊരു 2 ആളും കായ് അയച്ചു കൊടുക്കും. മനസ്സിലായോ? ആസ്പത്രിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആരാ? ഈ കാലുകൊണ്ട് വെജാത്ത ബണ്ട് ഉമ്മാനിയും ബാപ്പാനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അവിടെ ഇരുത്തി, ഉമ്മാനിയും ബാപ്പാനിയും അവിടെ ഇരുത്തി, മറ്റേ ഉമ്മാനിയും ബാപ്പാനിയും ഇരുത്തി അവിടെ ഇരുത്തി. ഓലിങ്ങനെ പരിചയപ്പെട്ടു. നിങ്ങൾക്ക് എത്ര കുട്ടികളാ? 3 ആള്. ഒരാൾ ഖത്തറിൽ, ഒരാൾ ഒമാനിൽ, ഒരാൾ മക്കളൊന്നും പടല്ല. അതിന്റെ വർത്താനൊന്നും പറയണ്ട, ഇരിക്കാണിച്ച ഊരവേദനയാണ്. മറ്റേ മീൻ പറഞ്ഞു ഞങ്ങൾക്ക് 3 മക്കളാണ്, പക്ഷെ ഒരു കുട്ടി ഇങ്ങനെ കാലുകൊണ്ട് ജാത്തതിന്റെ ഓനങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഡോക്ടർ വിളിച്ചു. ഡോക്ടർ വിളിച്ചപ്പോ ഈ കാലുകൊണ്ട് ജാത്ത കുട്ടി വന്നിങ്ങാണ്ട് ഉമ്മാന്റെ കയ്യും പിടിച്ചുകാണ്ട് ഉമ്മാനെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് മറ്റേ അമ്മയും ബാപ്പിയും പറയണത്, നമ്മളെ 3 എണ്ണത്തില് ഒന്നിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെങ്കിലും നമ്മളൊപ്പം ഉണ്ടായില്ല. അതാ പറഞ്ഞത്. നമ്മൾ ആരും അവഗണിക്കലല്ല. പടച്ചോൻ തന്നത് 2 കയ്യും കാട്ടി വാങ്ങണം. പടച്ചോൻ തന്നതിന് 2 കയ്യും, ആണാവാം പെണ്ണാവാം, കണ്ണുള്ളതാകാം ഇല്ലാത്തതാവാം, ബുദ്ധി ഉള്ളതാകാം ഇല്ല. ഞമ്മക്കല്ല തന്ന മക്കളാണ്. പടച്ചോനെ എൻ്റെ കുട്ടികള്, അല്ലാ എൻ്റെ മക്കള്, ആ ഒരു വിചാരമുണ്ടോ? കണ്ട നിങ്ങള്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഉഹദിക്ക് പോവുകയാണ്. ഉഹദിക്കാണ് പോകുമ്പോ പറഞ്ഞു, മോനെ ജാബിറോ, ഈ 7 പെമ്മക്കളെ ഇജ്ജ് നോക്കണം കേട്ടോ. ആയിക്കോട്ടപ്പാ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ വാപ്പ പറഞ്ഞു, മക്കളെ നിങ്ങളൊക്കെ ചെറിയ മക്കളായപ്പോ നിങ്ങളെ പോറ്റാൻ വേണ്ടി ഞാൻ കുറെ പൈസ കടം വാങ്ങിക്കണം. ചെറിയ മക്കളാകുമ്പോ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എത്ര മക്കളാ? എൻ്റെ അമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ വീട്ടിൽ സെൻട്രൽ ഫോർവേഡാണ്. താഴ്ന്ന് മേലക്കെണ്ണിയാലും 5-ാമത്തെ ആളാണ്, മേലെന്ന് താഴെക്കെണ്ണിയാലും 5-ാമത്തെ ആളാണ്. പ്രത്യേക ആനുകൂല്യമൊന്നും കിട്ടാനില്ല. ഈ പോക്ക് ഇങ്ങനെയാണ് പോകാം. അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പോ ഇരിക്കട്ടെ. അപ്പോ ഈ 7 മക്കളും ആൺകുട്ടി ജാബിർ 8 മക്കളെ പോറ്റാനുള്ള ആ അവസ്ഥയിൽ വാപ്പ കടം വാങ്ങി ജാബിറെ, എനിക്ക് കുറച്ച് പൈസ കടണ്ട്, ഞാൻ ഷഹീദായാൽ ഞാൻ കടം വീട്ടുമോന്ന് ചോദിച്ചു. ഞാൻ വീട്ടിക്കോളാം വാപ്പ. കടം മൂപ്പര് ആൺകുട്ടി എന്നോൻ കടം ഏറ്റെടുത്തു. പെങ്ങന്മാരെ നോക്കാനും ഏറ്റെടുത്തു. യാ റബ്ബ്, വാപ്പ ഉഹദിൽ പോയി ഷഹീദായി. ഈ 7 പെൺമക്കളാകുന്ന പെങ്ങന്മാരെയും ഈ കടമൊക്കെ പാടെ ഏറ്റെടുത്തിട്ട് ജാബിർ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുടുംബത്തെ പോറ്റാണ്. അള്ളാഹു നല്ല സന്തോഷം കൊടുക്കും. കുടുംബത്തെ ഒന്ന് നോക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞു. ഒരിക്കൽ നോക്കുമ്പോ നബി തങ്ങൾ വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗ്, ഹംറാ ഉൽ അസദിൽ റസൂലുള്ളാഹി വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗ്. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോ, വിളിച്ചു ചേർത്ത മീറ്റിംഗ് കഴിഞ്ഞു, നബി തങ്ങൾ യോഗം പിരിച്ചുവിട്ടു. അപ്പോ ഒരു സ്വഹാബി വേഗം എഴുന്നേറ്റ് പോവുകയാണ്. ഒട്ടകപ്പുറത്ത് കയറിയിട്ട് വേഗം പോയി. നബി തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ മുന്നിൽ ഒരാൾ വേഗം ഒട്ടകത്തിനെ തുളിച്ചു പോണേ. അപ്പൊ റസൂലുള്ളാഹി നോക്കി, ആരപ്പ പോണത് ഇത്ര വേഗത്തില്? നബി തങ്ങളെ വാഹനം ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് ഒപ്പെത്തി. മുന്നിലെത്തിയപ്പോ റസൂലുള്ളാഹി എന്ത് ചെയ്തു? പുറത്തിങ്ങനെ മുട്ടിയിട്ട്. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു, അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ജാബിറോ എന്തെത്ര സ്പീഡിൽ പോണു ചോദിച്ചു.
അപ്പൊ പറഞ്ഞു, നബിയെ, ഞാൻ കുറച്ച് ദിവസം മുമ്പല്ലേ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് വേഗത്തിൽ യോഗം കഴിഞ്ഞപ്പോ പിന്നെ വേഗം പെരിയിലെത്താന്ന് വിചാരിച്ച് വേഗം പോവുകയാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ജാബിറെ, നീ കല്യാണം കഴിച്ചത് ഒരു ചെറുപ്പക്കാരത്തി ചെറിയ പെണ്ണിനെയാണോ, ഒരു കന്യകയായ ചെറിയ പെണ്ണിനെയാണോ, അതല്ല കുറച്ച് പക്വതയും പ്രായമൊക്കെ ഉള്ള ഒരു വലിയ പെണ്ണിനെയാണോ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചു. നബിയെ, ഞാൻ കുറച്ച് വലിയ പെണ്ണിനെ, കുറച്ച് പക്വതയുള്ള പെണ്ണിനാണ് കല്യാണം കഴിച്ചത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഹല്ലാ ജാരിയത്തൻ തുലായിബുഹാ വ തുലായിബുക, നിനക്ക് അങ്ങോട്ടും അവൾക്ക് ഇങ്ങോട്ടും കളിച്ചും ചിരിച്ചും രസിച്ചും അങ്ങനെ സന്തോഷിച്ച് വളരാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു ചെറുപ്പക്കാരി കുട്ടിനെ കെട്ടിക്കൂടെ ഇന്നലെ ചോദിച്ചു. ഇത് ഉമ്മത്തിന് പാഠമാകാൻ ചോദിക്കാണ്. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ ഉപ്പ ഉഹദിലേക്ക് പോകുമ്പോ മോനെ ജാബിറെ എന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, 7 പെങ്ങന്മാരെ നീ നോക്കണമെന്ന്. ഈ 7 പെങ്ങന്മാര് എന്റെ സംരക്ഷണത്തിലാണ്. അവരെ കൂട്ടത്തിലേക്ക് ഞാൻ ചെറിയ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ഞാനും എന്റെ ഭാര്യയും തമ്മിലെ കളിയും ചിരിയും രസവുമായിട്ട് ഞാൻ എന്റെ പെങ്ങന്മാരെ കാര്യം മറന്നു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ പെങ്ങന്മാർക്കും കൂടി ഒരു ഉപദേശം കൊടുക്കാനും ഇനിയും കൂടി പറഞ്ഞ് നന്നാക്കാനും അതിനൊക്കെ പറ്റിയ രൂപത്തിൽ ഒരു പ്രായവും പക്വതയൊക്കെ ഉള്ള പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് നബിയേ. കുടുംബത്തെ നോക്കാന്ന് പറഞ്ഞാൽ അതിൽ വലിയ സംഗതിയുണ്ട്. അങ്ങനെ നിൽക്കണതിന്റെ അടിയിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പറമ്പിൽ കുറച്ച് ഈത്തപ്പഴമാണല്ലോ അന്നത്തെ നമ്മളെ തെങ്ങിന്റെ മാതിരി. ഓലൊക്കെ തൊടുവിൽ ഏതാണ് ഈത്തപ്പഴം വരാം. ഈത്തപ്പഴം കായ്ച്ചപ്പോ പറിക്കാനായപ്പോ കടക്കാരൊക്കെ വരൽ തുടങ്ങി. ജാബിറിന്റെ അടുത്ത് വന്നിട്ട് ഓരോരോ ആൾക്കാർ പറഞ്ഞു, ജാബിറെ, വാപ്പാന്റെ കുറച്ച് കടണ്ടല്ലോ, ഇപ്പൊ ഈത്തപ്പഴമൊക്കെ ആയിക്കൊള്ളോ, കടം വീട്ടാൻ പറ്റൂലേ? ജാബിർ റളിയല്ലാഹു അൻഹു, ആയിക്കോട്ടെ ഞാൻ വീട്ടാ. അപ്പൊ വേറൊരാൾ വന്നു, ബാപ്പാന്റെ കടണ്ടല്ലോ, കടം വീട്ടിക്കൂടെ? ആ വീട്ട. വേറൊരാൾ വന്നു, ബാപ്പാന്റെ. പടച്ചോനെ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, കടക്കാരിങ്ങനെ ചോദിച്ചു വന്നു നോക്കുമ്പോ ഈത്തപ്പഴല്ല, പറമ്പ് ഒന്നായിട്ട് വിറ്റാലും കടം വീടും, അത്ര കടണ്ട് വാപ്പാൻ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം ഇങ്ങനെ പഴുത്ത് പാകായപ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയേ, വാപ്പ ഉഹദിലേക്ക് ഷഹീദാകാൻ വേണ്ടി പോകുമ്പോ 7 പെങ്ങന്മാരി എന്നെ ഏൽപ്പിച്ചു, കുറച്ച് കടണ്ട് മോനെ, അത് ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പൊ കടക്കാര് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിന്റെ കടത്തിന്റെ കണക്കൊക്കെ നോക്കുമ്പോൾ ഈത്തപ്പഴം വിറ്റാൽ കടം വീടൂല, ഈത്തപ്പഴം മരം വിറ്റാലും കടം വീടൂല, ഭൂമി മുഴുവനും വിറ്റാലും വീടൂല, അത്ര കടം വാപ്പാക്കുണ്ട്. ഞങ്ങൾ 8 ചെറിയ മക്കളെ വാപ്പ കഷ്ടപ്പെട്ട് പോറ്റിയപ്പോൾ വന്ന കടമാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വേദനിച്ചു. നബി തങ്ങൾ പറഞ്ഞു, മോനെ ജാബിറെ, ആ പഴങ്ങളൊക്കെ പറിച്ചിട്ട്, ഈത്തപ്പഴം പറിച്ചിട്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി റെഡിയാക്കിയിട്ട് വെച്ചോ, ഞാനാണ് വരാം, എന്നിട്ട് ടൈമ തൊട്ടാ മതിയോ? ജാബിർ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴമൊക്കെ പറിപ്പിച്ച് നാട്ടിൽ വിൽപ്പന നടത്തേണ്ട സെക്കൻഡ് ക്വാളിറ്റി, പുറത്തേക്ക് കയറ്റിയേക്കേണ്ട ഫസ്റ്റ് ക്വാളിറ്റി, ഇങ്ങനെയാണ് ഈത്തപ്പഴം അവിടെ ഇനംതിരിക്കുക. 2 ഇനം അത് റെഡിയാക്കി 2 കൂമ്പാരം അല്ലെങ്കിൽ 3 കൂമ്പാരാക്കിയിട്ട് അവിടെ വെച്ചു. റസൂലുള്ളാഹിനോട് പോയിട്ട് പറഞ്ഞു, നബിയെ, ഈത്തപ്പഴമൊക്കെ പറിച്ചിട്ട് കൂട്ടി വെച്ചിക്കണ. അള്ളാഹിന്റെ റസൂൽ പുറപ്പെട്ടു, ജാബിറിന്റെ വീട്ടിൽ വന്നു. ആ ഈത്തപ്പഴം പറിച്ചു വെച്ചതിന്റെ ചുറ്റുഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നടന്നു. നബി തങ്ങൾ ആ ഈത്തപ്പഴത്തിന്റെ ചുറ്റുഭാഗത്ത് കൂടെ ഒന്നിങ്ങനെ നടന്നിട്ട് റസൂലുള്ളാഹി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. നബി തങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ജാബിറെ, ഈ ഈത്തപ്പഴത്തിൽ നിന്ന് കൊടുക്കാനുള്ളവർക്കൊക്കെ കടം വീട്ടിക്കോ, എല്ലാവർക്കും വീട്ടിക്കോ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പ ആർക്കൊക്കെ തരാനുള്ളത് വന്നോളിന്ന്. ഒരാൾക്ക് കൊടുത്തു, അയാൾ പോയി 2ാമത്തെ ആൾക്ക് കൊടുത്തു, 3ാമത്തെ ആൾക്ക് കൊടുത്തു, 4ാമത്തെ ആൾക്ക് കൊടുത്തു, 10ാമത്തെ ആൾക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, കടം ഒക്കെ വീടിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി വെച്ച് ഈത്തപ്പഴോന്ന് വെച്ചു. ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം അതേപോലെ നിൽക്കുന്നുണ്ട്. ഒക്കെ വീട്ടിയിട്ടും ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം അതേപോലെ നിൽക്കുന്നുണ്ട് നബിയേ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജാബിറെ, നീ ഉറക്കെ വിളിച്ചു പറയണം, ഇനി ആർക്കെങ്കിലും വാപ്പ തരാനുണ്ടോ, എന്റെ വാപ്പ ആർക്കെങ്കിലും കടം തരാനുണ്ടോ എന്ന് ചോദിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു പരിസരത്ത് കൂടെ ഒക്കെ നടന്നിട്ട്, എന്റെ വാപ്പ ആർക്കെങ്കിലും പൈസ തരാനുണ്ടോ, വാപ്പാന്റെ കടഞ്ഞ ആർക്കെങ്കിലും കിട്ടാണ്ടോ? ആർക്കും ഇല്ല.
സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്ത ബറക്കത്ത് കൊണ്ട് ജാബിറിന്റെ കടം മുഴുവനും വീഴിയിട്ടും ഈത്തപ്പഴം അതേപോലെ ബാക്കിയാണ്. മക്കളെ, കുടുംബത്തെ നോക്കണം, മക്കളെ ഭാര്യമാരെ നോക്കണം, മക്കളെ പെങ്ങന്മാരെ നോക്കണം, മക്കളെ കുട്ടികളെ നോക്കണം. പുതിയ തലമുറയിൽ നമ്മൾ ഇതൊക്കെ ഒരു കടങ്കഥയാക്കി ബാക്കിയാണ്. ഉമ്മമാരെയും വാപ്പാരെയും ഭാര്യമാരെയും പെങ്ങന്മാരെയും ഒക്കെ സംരക്ഷിക്കണവരുണ്ടല്ലോ, അള്ളാഹു അവരെ കൈയൊഴിക്കൂല, അള്ളാഹു അവരെ കൈയൊഴിക്കൂല.